അധ്യായം 46. അൽ അഹ്ഖാഫ്. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 35. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഹാമീം. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. ഹാമീം. ഈ വേദപുസ്തകത്തിന്റെ അവതരണം പ്രതാപിയും യുക്തിമാനുമായ അല്ലാഹുവിൽ നിന്നാകുന്നു. മാ ഖലഖനസ് സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹഖ് വഅജലിൻ മുസമ്മാ വല്ലദീന കഫറൂ അമ്മാ ഉൻദിറൂ മുഅ്രിദൂൻ. ആകാശഭൂമികളെയും അവയ്ക്കിടയിലുള്ളവയെയും യാഥാർത്ഥ്യനിഷ്ഠമായും കാലാവധി നിർണയിച്ചുമല്ലാതെ നാം സൃഷ്ടിച്ചിട്ടില്ല. എന്നാൽ സത്യനിഷേധികൾ തങ്ങൾക്കു നൽകപ്പെട്ട താക്കീതുകളെ അപ്പാടെ അവഗണിക്കുന്നവരാണ്. ഖുൽ അറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹി അറൂനി മാദാ ഖലഖൂ മിനൽ അർദി അം ലഹും ശിർകുൻ ഫിസ് സമാവാത് ഈതൂനി ബികിതാബിൻ മിൻ ഖബ്ലി ഹാദാ ഔ അസാറത്തിൻ മിൻ ഇൽമിൻ ഇൻ കുൻതും സാദിഖീൻ. ചോദിക്കുക, അല്ലാഹുവെ വിട്ട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഭൂമിയിൽ അവരെന്തു സൃഷ്ടിച്ചുവെന്ന് നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരിക. അതല്ല, ആകാശങ്ങളുടെ സൃഷ്ടിയിൽ അവർക്ക് വല്ല പങ്കുമുണ്ടോ? തെളിവായി ഇതിനു മുമ്പുള്ള ഏതെങ്കിലും വേദമോ അറിവിന്റെ വല്ല ശേഷിപ്പോ ഉണ്ടെങ്കിൽ അതിങ്ങു കൊണ്ടുവരിക, നിങ്ങൾ സത്യവാദികളെങ്കിൽ. ومن أضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة وهم عن دعائهم غافلون. അല്ലാഹുവെ വിട്ട് അന്ത്യനാൾ വരെ കാത്തിരുന്നാലും ഉത്തരമേകാത്തവയോട് പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിതെറ്റിയവനാരുണ്ട്? അവരോ ഇവരുടെ പ്രാർത്ഥനയെപ്പറ്റി തീർത്തും അശ്രദ്ധരാണ്. وَإِذَا حُشِرَ النَّاسُ كَانُوا لَهُمْ أَعْدَاءً وَكَانُوا بِعِبَادَتِهِمْ كَافِرِينَ. മനുഷ്യരെയൊക്കെയും ഒരുമിച്ചു കൂട്ടുമ്പോൾ ആ ആരാധ്യർ ഈ ആരാധകരുടെ വിരോധികളായിരിക്കും. ഇവർ തങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്നവരാണെന്ന കാര്യം തള്ളിപ്പറയുന്നവരും. وَإِذَا تُتْلَى عَلَيْهِمْ آيَاتُنَا بَيِّنَاتٍ قَالَ الَّذِينَ كَفَرُوا لِلْحَقِّ لَمَّا جَاءَهُمْ هَذَا سِحْرٌ مُبِينٌ. നമ്മുടെ തെളിവുറ്റ വചനങ്ങൾ ഓതിക്കേൾപ്പിക്കുമ്പോൾ തങ്ങൾക്കു വന്നെത്തിയ ആ സത്യത്തെ നിഷേധിച്ചവർ പറയും, ഇത് പ്രകടമായ മായാജാലം തന്നെ. أَمْ يَقُولُونَ افْتَرَاهُ قُلْ إِنِ افْتَرَيْتُهُ فَلَا تَمْلِكُونَ لِي مِنَ اللَّهِ شَيْئًا هُوَ أَعْلَمُ بِمَا تُفِيضُونَ فِيهِ كَفَى بِهِ شَهِيدًا بَيْنِي وَبَيْنَكُمْ وَهُوَ الْغَفُورُ الرَّحِيمُ. അല്ല, ഇത് ദൈവദൂതൻ ചമച്ചുണ്ടാക്കിയതാണെന്നാണോ ആ സത്യനിഷേധികൾ വാദിക്കുന്നത്? പറയുക, ഞാനിത് സ്വയം ചമച്ചുണ്ടാക്കിയതാണെങ്കിൽ അല്ലാഹുവിൽ നിന്നെന്നെ കാക്കാൻ ആർക്കും കഴിയില്ല. നിങ്ങൾ പറഞ്ഞു പരത്തുന്നവയെപ്പറ്റി ഏറ്റവും നന്നായി അറിയുന്നവൻ അല്ലാഹുവാണ്. എനിക്കും നിങ്ങൾക്കുമിടയിൽ സാക്ഷിയായി അവൻ മതി. അവൻ ഏറെ പൊറുക്കുന്നവനും പരമദയാലുവുമാകുന്നു.
قل ما كنت بدعا من الرسل وما أدري ما يفعل بي ولا بكم إن أتبع إلا ما يوحى إلي وما أنا إلا نذير مبين. പറയുക, ദൈവദൂതന്മാരിൽ ആദ്യത്തവനൊന്നുമല്ല ഞാൻ. എനിക്കും നിങ്ങൾക്കും എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ബോധനമായി നൽകപ്പെടുന്ന സന്ദേശം പിൻപറ്റുക മാത്രമാണ് ഞാൻ. വ്യക്തമായ മുന്നറിയിപ്പുകാരനല്ലാതെ ആരുമല്ല ഞാൻ. قل أرأيتم إن كان من عند الله وكفرتم به وشهد شاهد من بني إسرائيل على مثله فآمن واستكبرتم إن الله لا يهدي القوم الظالمين. ചോദിക്കുക, നിങ്ങൾ ചിന്തിച്ചോ, ഇത് ദൈവത്തിൽ നിന്നുള്ളതു തന്നെയാവുകയും എന്നിട്ട് നിങ്ങൾ അതിനെ നിഷേധിക്കുകയുമാണെങ്കിലോ? ഇങ്ങനെ ഒന്നിന് ഇസ്രായേൽ മക്കളിലെ ഒരു സാക്ഷി തെളിവ് നൽകിയിട്ടുണ്ട്. അങ്ങനെ അയാൾ വിശ്വസിച്ചു, നിങ്ങളോ ഗർവ് നടിച്ചു. ഇത്തരം അക്രമികളായ ജനത്തെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല, തീർച്ച. وقال الذين كفروا للذين آمنوا لو كان خيرا ما سبقونا إليه وإذ لم يهتدوا به فسيقولون هذا إفك قديم. സത്യവിശ്വാസികളോട് സത്യനിഷേധികൾ പറഞ്ഞു, ഈ ഖുർആൻ നല്ലതായിരുന്നെങ്കിൽ ഇതിലിവർ ഞങ്ങളെ മുൻകടക്കുമായിരുന്നില്ല. ഇതുവഴി അവർ നേർവഴിയിലാകാത്തതിനാൽ അവർ പറയും, ഇതൊരു പഴഞ്ചൻ കെട്ടുകഥ തന്നെ. ومن قبله كتاب موسى إماما ورحمة وهذا كتاب مصدق لسانا عربيا لينذر الذين ظلموا وبشرى للمحسنين. ഒരു മാതൃകയും അനുഗ്രഹവുമെന്ന നിലയിൽ മൂസായുടെ വേദം ഇതിനു മുമ്പേയുള്ളതാണല്ലോ. അതിനെ സത്യപ്പെടുത്തുന്ന അറബി ഭാഷയിലുള്ള വേദപുസ്തകമാണിത്. അക്രമികളെ താക്കീത് ചെയ്യാൻ, സദ്വൃത്തരെ സുവാർത്ത അറിയിക്കാനും. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഞങ്ങളുടെ നാഥൻ അല്ലാഹുവാണെന്ന് പ്രഖ്യാപിക്കുകയും പിന്നെ നേർവഴിയിൽ നിലയുറപ്പിക്കുകയും ചെയ്തവർ ഒന്നും പേടിക്കേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരില്ല. ഉലൈക അസ്ഹാബുൽ ജന്നതി ഖാലിദീന ഫീഹാ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അവരാണ് സ്വർഗാവകാശികൾ, അവരതിൽ സ്ഥിരവാസികളായിരിക്കും. അവരിവിടെ പ്രവർത്തിച്ചിരുന്നതിന്റെ പ്രതിഫലമാണത്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാനാ ഹമലത്ഹു ഉമ്മുഹു കുർഹൻ വവദഅത്ഹു കുർഹാ വഹംലുഹു വഫിസാലുഹു 30 ശഹ്റാ حتى إذا بلغ أشده وبلغ 40 سنة قال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأصلح لي في ذريتي إني تبت إليك وإني من المسلمين. മാതാപിതാക്കളോട്
നന്നായി വർത്തിക്കണമെന്ന് നാം മനുഷ്യനെ ഉപദേശിച്ചിരിക്കുന്നു. ക്ലേശത്തോടെയാണ് മാതാവ് അവനെ ഗർഭം ചുമന്നത്. അവനെ പ്രസവിച്ചതും പ്രയാസം സഹിച്ചു തന്നെ. ഗർഭകാലവും മുലകുടിയും കൂടി 30 മാസം. അവനങ്ങനെ കരുത്തനാവുകയും 40 വയസ്സാവുകയും ചെയ്താൽ ഇങ്ങനെ പ്രാർത്ഥിക്കും: എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ഏകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നീ എന്നെ തുണയ്ക്കണമേ. നിനക്ക് ഹിതകരമായ സുഹൃതം പ്രവർത്തിക്കാനും എൻ്റെ മക്കളുടെ കാര്യത്തിലും നീ എനിക്ക് നന്മ വരുത്തണമേ. ഞാനിതാ നിന്നിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങിയിരിക്കുന്നു. ഉറപ്പായും ഞാൻ അനുസരണമുള്ളവരിൽ പെട്ടവനാണ്. أولئك الذين نتقبل عنهم أحسن ما عملوا ونتجاوز عن سيئاتهم في أصحاب الجنة وعد الصدق الذي كانوا يوعدون. അത്തരക്കാരിൽ നിന്ന് അവരുടെ സുഹൃതങ്ങൾ നാം സ്വീകരിക്കും. ദുർവൃത്തികളോട് വിട്ടുവീഴ്ച കാണിക്കും. അവർ സ്വർഗവാസികളുടെ കൂട്ടത്തിലായിരിക്കും, അവർക്ക് നൽകിയിരുന്ന സത്യവാഗ്ദാനമനുസരിച്ച്. والذي قال لوالديه أف لكما أتعدانني أن أخرج وقد خلت القرون من قبلي أتعدانني أن أخرج وقد خلت القرون من قبلي وهما يستغيثان الله ويلك آمن إن وعد الله حق فيقول ما هذا إلا أساطير الأولين. എന്നാൽ തന്റെ മാതാപിതാക്കളോട് ഇങ്ങനെ പറയുന്നവനോ: നിങ്ങൾക്ക് നാശം, ഞാൻ മരണശേഷം ഉയിർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണോ നിങ്ങൾ എന്നോട് വാഗ്ദാനം ചെയ്യുന്നത്? എന്നാൽ എനിക്ക് മുമ്പേ എത്രയോ തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അവന്റെ മാതാപിതാക്കൾ ദൈവസഹായം തേടിക്കൊണ്ട് പറയുന്നു: നിനക്ക് നാശം, നീ വിശ്വസിക്കുക, അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യം തന്നെ തീർച്ച. അപ്പോൾ അവൻ പിറുപിറുക്കും: ഇതൊക്കെയും പൂർവികരുടെ പഴങ്കഥകൾ മാത്രം. أولئك الذين حق عليهم القول في أمم قد خلت من قبلهم من الجن والإنس إنهم كانوا خاسرين. ഇവരത്രേ ശിക്ഷാവിധി ബാധകമായി കഴിഞ്ഞവർ. ഇതേവിധം ഇവർക്ക് മുമ്പേ കഴിഞ്ഞുപോയ ജിന്നുകളുടെയും മനുഷ്യരുടെയും കൂട്ടത്തിൽ തന്നെയാണിവരും. കൊടും നഷ്ടത്തിലകപ്പെട്ടവരാണിവർ. وَلِكُلٍّ دَرَجَاتٌ مِّمَّا عَمِلُوا وَلِيُوَفِّيَهُمْ أَعْمَالَهُمْ وَهُمْ لَا يُظْلَمُونَ. ഓരോരുത്തർക്കും തങ്ങൾ പ്രവർത്തിച്ചതിനൊത്ത പദവികളാണുണ്ടാവുക. ഏവർക്കും തങ്ങളുടെ കർമ്മഫലം തികവോടെ നൽകാനാണിത്. ആരും തീരെ അനീതിക്കിരയാവില്ല. وَيَوْمَ يُعْرَضُ الَّذِينَ كَفَرُوا عَلَى النَّارِ أذهبتم طيباتكم في حياتكم الدنيا واستمتعتم بها فاليوم تجزون عذاب الهون بما كنتم تستكبرون في الأرض بغير الحق وبما كنتم تفسقون. സത്യനിഷേധികളെ നരകത്തിനു മുന്നിൽ കൊണ്ടുവരുന്ന ദിവസം അവരോട് പറയും: ഐഹിക ജീവിതത്തിൽ തന്നെ നിങ്ങളുടെ വിശിഷ്ട വിഭവങ്ങളൊക്കെയും നിങ്ങൾ തുലച്ചുകളഞ്ഞിരിക്കുന്നു, അതിൻ്റെ ആനന്ദം ആസ്വദിക്കുകയും ചെയ്തു. ഇന്നു നിങ്ങൾക്ക് പ്രതിഫലമായുള്ളത് വളരെ നിന്ദ്യമായ ശിക്ഷയാണ്.
നിങ്ങൾ അനർഹമായി ഭൂമിയിൽ നിഗളിച്ചു നടന്നതിനാലാണിത്, അധർമ്മം പ്രവർത്തിച്ചതിനാലും. واذكر أخا عاد إذ أنذر قومه بالأحقاف وقد خلت النذر من بين يديه ومن خلفه ألا تعبدوا إلا الله إني أخاف عليكم عذاب يوم عظيم. ആദിന്റെ സഹോദരന്റെ വിവരം അറിയിച്ചു കൊടുക്കുക. അഹ്കാഫിലെ തന്റെ ജനതയ്ക്ക് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയ കാര്യം. മുന്നറിയിപ്പുകാർ അദ്ദേഹത്തിന് മുമ്പും പിമ്പും കഴിഞ്ഞുപോയിട്ടുണ്ട്. ആ മുന്നറിയിപ്പിത: അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും നിങ്ങൾ വഴിപ്പെട്ട് ജീവിക്കരുത്. നിങ്ങളുടെ മേൽ ഭീകരനാളിലെ ശിക്ഷ വന്നെത്തുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. قالوا أجئتنا لتأفكنا عن آلهتنا فأتنا بما تعدنا إن كنت من الصادقين. അവർ ചോദിച്ചു, ഞങ്ങളുടെ ദൈവങ്ങളിൽ നിന്ന് ഞങ്ങളെ തെറ്റിക്കാനാണോ നീ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്? എന്നാൽ നീ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ശിക്ഷ ഇങ്ങ് കൊണ്ടുവരിക, നീ സത്യവാനെങ്കിൽ. قال إنما العلم عند الله وأبلغكم ما أرسلت به ولكني أراكم قوما تجهلون. അദ്ദേഹം പറഞ്ഞു, അതേക്കുറിച്ച് അറിവ് അല്ലാഹുവിങ്കൽ മാത്രം. എന്നെ ഏൽപ്പിച്ചയച്ച സന്ദേശം ഞാനിതാ നിങ്ങൾക്കെത്തിച്ചു തരുന്നു. എന്നാൽ തീർത്തും അവിവേകികളായ ജനമായാണല്ലോ നിങ്ങളെ ഞാൻ കാണുന്നത്. فلما رأوه عارضا مستقبل أوديتهم قالوا هذا عارض ممطرنا بل هو ما استعجلتم به ريح فيها عذاب أليم. അങ്ങനെ ആ ശിക്ഷ ഒരിരുണ്ട മേഘമായി തങ്ങളുടെ താഴ്വരയുടെ നേരെ വരുന്നത് കണ്ടപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് മഴ തരാൻ വരുന്ന മേഘം. എന്നാൽ നിങ്ങൾ ധൃതി കൂട്ടിക്കൊണ്ടിരുന്ന കാര്യമാണിത്, വേദനയേറിയ ശിക്ഷയുടെ കൊടുങ്കാറ്റ്. تدمر كل شيء بأمر ربها فأصبحوا لا يرى إلا مساكنهم كذلك نجزي القوم المجرمين. അത് തന്റെ നാഥന്റെ കൽപ്പനയനുസരിച്ച് സകലതിനെയും തകർത്ത് തരിപ്പണമാക്കുന്നു. അങ്ങനെ അവരുടെ പാർപ്പിടങ്ങളല്ലാതെ അവരെ ആരെയും അവിടെ കാണാതായി. ഇவ்விധമാണ് കുറ്റവാളികൾക്ക് നാം പ്രതിഫലമേകുന്നത്. وَلَقَدْ مَكَّنَّاهُمْ فِي مَاءٍ مَكَّنَّاكُمْ فِيهِ وَجَعَلْنَا لَهُمْ سَمْعًا وَأَبْصَارًا وَأَفْئِدَةً فَمَا أَغْنَى عَنْهُمْ سَمْعُهُمْ وَلَا أَبْصَارُهُمْ وَلَا أَفْئِدَتُهُمْ مِنْ شَيْءٍ إذ كانوا يجحدون بآيات الله وحاق بهم ما كانوا به يستهزئون. നിങ്ങൾക്ക് തന്നിട്ടില്ലാത്ത ചില സൗകര്യങ്ങൾ നാം അവർക്ക് നൽകിയിരുന്നു. അവർക്കു നാം കേൾവിയും കാഴ്ചയും ബുദ്ധിയുമേകി. എന്നാൽ ആ കേൾവിയോ കാഴ്ചയോ ബുദ്ധിയോ അവർക്ക് ഒട്ടും ഉപകരിച്ചില്ല. കാരണം അവർ അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിച്ചു തള്ളുകയായിരുന്നു. അങ്ങനെ അവർ ഏതിനെയാണോ പരിഹസിച്ചുകൊണ്ടിരുന്നത്
അതവരെ വലയം ചെയ്തു. وَلَقَدْ أَهْلَكْنَا مَا حَوْلَكُمْ مِنَ الْقُرَى وَصَرَّفْنَا الْآيَاتِ لَعَلَّهُمْ يَرْجِعُونَ. നിങ്ങളുടെ ചുറ്റുമുള്ള ചില നാടുകളെയും നാം നശിപ്പിക്കുകയുണ്ടായി. അവർ സത്യത്തിലേക്ക് തിരിച്ചു വരാനായി നമ്മുടെ വചനങ്ങൾ നാം അവർക്ക് വിശദമായി വിവരിച്ചു കൊടുത്തിരുന്നു. فَلَوْلَا نَصَرَهُمُ الَّذِينَ اتَّخَذُوا مِن دُونِ اللَّهِ قُرْبَانًا آلِهَةً بَلْ ضَلُّوا عَنْهُمْ وَذَلِكَ إِفْكُهُمْ وَمَا كَانُوا يَفْتَرُونَ. അല്ലാഹുവിന്റെ സാമീപ്യം സിദ്ധിക്കാനായി അവനെ വെടിഞ്ഞ് അവർ സ്വീകരിച്ച ദൈവങ്ങൾ ശിക്ഷാവേളയിൽ എന്തുകൊണ്ട് അവരെ സഹായിച്ചില്ല? ആ ദൈവങ്ങൾ അവരിൽ നിന്ന് അപ്രത്യക്ഷരായിരിക്കുന്നു. ഇതാണ് അവരുടെ പൊള്ളത്തരത്തിന്റെയും അവർ കെട്ടിച്ചമച്ചതിന്റെയും അവസ്ഥ. وَإِذْ صَرَفْنَا إِلَيْكَ نَفَرًا مِنَ الْجِنِّ يَسْتَمِعُونَ الْقُرْآنَ فَلَمَّا حَضَرُوهُ قَالُوا أَنصِتُوا فَلَمَّا قُضِيَ وَلَّوْا إِلَى قَوْمِهِمْ مُنذِرِينَ. ജിന്നുകളിൽ ഒരു സംഘത്തെ ഖുർആൻ കേട്ടു മനസ്സിലാക്കാനായി നിന്നിലേക്ക് തിരിച്ചുവിട്ടത് ഓർക്കുക. അങ്ങനെ അതിന് ഹാജരായപ്പോൾ അവർ പരസ്പരം പറഞ്ഞു, നിശബ്ദത പാലിക്കുക. പിന്നെ അതിൽ നിന്ന് വിരമിച്ചപ്പോൾ അവർ സ്വന്തം ജനത്തിലേക്ക് മുന്നറിയിപ്പുകാരായി തിരിച്ചുപോയി. قالوا يا قومنا إنا سمعنا كتابا أنزل من بعد موسى إنا سمعنا كتابا أنزل من بعد موسى مصدقا لما بين يديه يهدي إلى الحق وإلى طريق مستقيم. അവർ അറിയിച്ചു, ഞങ്ങളുടെ സമുദായമേ, ഞങ്ങൾ ഒരു വേദഗ്രന്ഥം കേട്ടു. അത് മൂസായ്ക്കു ശേഷം അവതീർണമായതാണ്. മുമ്പുണ്ടായിരുന്ന വേദങ്ങളെ ശരിവെക്കുന്നതും അത് സത്യത്തിലേക്ക് വഴി നയിക്കുന്നു, നേർവഴിയിലേക്ക്. يا قومنا أجيبوا داعي الله وآمنوا به يغفر لكم من ذنوبكم ويجركم من عذاب أليم. ഞങ്ങളുടെ സമുദായമേ, അല്ലാഹുവിലേക്ക് വിളിക്കുന്നവന് ഉത്തരമേകുക. അദ്ദേഹത്തിൽ വിശ്വസിക്കുക. എങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പൊറുത്തുതരും. നോവേറും ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും. ومن لا يجب داعي الله فليس بمعجز في الأرض وليس له من دونه أولياء أولئك في ضلال مبين. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവന് ആരെങ്കിലും ഉത്തരം നൽകുന്നില്ലെങ്കിലോ അവന് ഈ ഭൂമിയിൽ അല്ലാഹുവിനെ തോൽപ്പിക്കാനൊന്നുമാവില്ല. അല്ലാഹുവല്ലാതെ അവന് രക്ഷകരായി ആരുമില്ല. അവർ വ്യക്തമായ വഴികേടിൽ തന്നെ. أَوَلَمْ يَرَوْا أَنَّ اللَّهَ الَّذِي خَلَقَ السَّمَاوَاتِ وَالْأَرْضَ وَلَمْ يَعْيَ بِخَلْقِهِنَّ بِقَادِرٍ عَلَى أَن يُحْيِيَ الْمَوْتَى بَلَى إِنَّهُ عَلَى كُلِّ شَيْءٍ قَدِيرٌ. അവർ കണ്ടറിയുന്നില്ലേ, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനും അവയുടെ സൃഷ്ടിയാൽ ഒട്ടും തളരാത്തവനുമായ അല്ലാഹു
മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുറ്റവനാണെന്ന്? അറിയുക, ഉറപ്പായും അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവൻ തന്നെ. وَيَوْمَ يُعْرَضُ الَّذِينَ كَفَرُوا عَلَى النَّارِ أَلَيْسَ هَذَا بِالْحَقِّ قَالُوا بَلَى وَرَبِّنَا قَالَ فَذُوقُوا الْعَذَابَ بِمَا كُنتُمْ تَكْفُرُونَ. സത്യനിഷേധികളെ നരകത്തിനടുത്തു കൊണ്ടുവരുന്നാൾ അവരോട് ചോദിക്കും, ഇത് യാഥാർത്ഥ്യം തന്നെയല്ലേ? അവർ പറയും, അതെ, ഞങ്ങളുടെ നാഥൻ തന്നെ സത്യം. അല്ലാഹു പറയും, നിങ്ങൾ നിഷേധിച്ചിരുന്നതിന്റെ ശിക്ഷ അനുഭവിച്ചുകൊള്ളുക. فاصبر كما صبر أولو العزم من الرسل ولا تستعجل لهم كأنهم يوم يرون ما يوعدون لم يلبثوا إلا ساعة من نهار بلاغ فهل يهلك إلا القوم الفاسقون. അതിനാൽ നീ ക്ഷമിക്കുക, ഇച്ഛാശക്തിയുള്ള ദേവദൂതന്മാർ ക്ഷമിച്ച പോലെ. ഈ സത്യനിഷേധികളുടെ കാര്യത്തിൽ നീ തിരക്ക് കൂട്ടാതിരിക്കുക. അവർക്ക് വാഗ്ദാനം നൽകപ്പെടുന്ന ശിക്ഷ നേരിൽ കാണുന്ന ദിവസം അവർക്ക് തോന്നും, തങ്ങൾ പകലിൽ നിന്നൊരു വിനാഴിക നേരമല്ലാതെ ഭൂലോകത്ത് വസിച്ചിട്ടില്ലെന്ന്. ഇത് ഒരറിയിപ്പാണ്. ഇനിയും അധർമ്മികളല്ലാതെ ആരെങ്കിലും നാശത്തിനർഹരാകുമോ?